ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പറ്റിയ NDRF കൂടെ നോക്കിയിട്ട് നിർത്താം. നമ്മൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും. സെക്ഷൻ നോക്കിക്കേ 14(1) ഇതിനെ പറ്റി, അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റിനെ പറ്റി പറയുന്നത്. 14(1) എല്ലാ സ്റ്റേറ്റിലും എന്ത് വേണം? ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വേണമെന്നാണ് പറയുന്നത്. അത് പറയുന്നത് 1-ാണ്, 14(1)-ാണ്. ഇനി 2 പറയുന്നത് എന്താ? സ്റ്റേറ്റ് അതോറിറ്റിയിൽ ആരൊക്കെ വേണം? ആര് വേണം? ഒരു ചെയർപേഴ്സൺ വേണം, 9 പേരിൽ കുറയാത്ത അംഗങ്ങളും വേണം. അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടുത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആണ്, എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. മറ്റ് മെമ്പേഴ്സിനെ, അതായത് ഇദ്ദേഹം ഉൾപ്പെടെയാണെന്ന് ഓർത്തു വെക്കുക. ഇദ്ദേഹം പ്ലസ് 8 പേരാണ്, 8 പേരിൽ കൂടാത്തവരാണ് വേണ്ടത്. അപ്പൊ ചെയർപേഴ്സൺ ഓഫ് ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എക്സ് ഒഫീഷ്യോ ആണ്. ഈ ചെയർപേഴ്സൺ ഓഫ് ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അതോറിറ്റി മേ ഡെസിഗ്നേറ്റ് വൺ ഓഫ് ദ മെമ്പേഴ്സ് നോമിനേറ്റഡ് അണ്ടർ ദ സെക്ഷൻ ബി, അതായത് ഈ ബി പ്രകാരം ആരെ തെരഞ്ഞെടുക്കാം? 8 പേരിൽ നിന്ന് ഒരു വൈസ് ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കാം. ഈ ചെയർപേഴ്സൺ ഓഫ് ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഷോൾ ബി ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് അതോറിറ്റി ഓർ എക്സ് ഒഫീഷ്യോ. ഈ ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്റ്റേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സൺ ആയിരിക്കും. അപ്പം ദ ചെയർപേഴ്സൺ ഓഫ് ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഷോൾ ബി ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് അതോറിറ്റി എക്സ് ഒഫീഷ്യോ. അങ്ങനെ ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. ഇനി നോക്കിക്കേ ഇൻ ദി കേസ് ഓഫ് യൂണിയൻ ടെറിട്ടറി ഹാവിംഗ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇത് സ്റ്റേറ്റിന്റെ കാര്യമല്ലേ. ഇനി അങ്ങനെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ എക്സെപ്റ്റ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി ദ ചീഫ് മിനിസ്റ്റർ ഷാൾ ബി ദ ചെയർപേഴ്സൺ. ഡൽഹി ഒഴികെ ചെയർപേഴ്സൺ ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. അതുപോലെ എസ്റ്റാബ്ലിഷ് അണ്ടർ ദ സെക്ഷൻ ആൻഡ് ഇൻ കേസ് ഓഫ് അതർ യൂണിയൻ ടെറിട്ടറീസ് ദ ലഫ്റ്റനന്റ് ഗവർണർ ഓർ ദ അഡ്മിനിസ്ട്രേറ്റർ ഷോൾ ബി ദ ചെയർപേഴ്സൺ ഓഫ് ദ അതോറിറ്റി. ആരായിരിക്കും? ലഫ്റ്റനന്റ് ഗവർണർ ആണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ ഒരു ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. എവിടെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക, ഡൽഹി ഒഴികെയുള്ള യൂണിയൻ ടെറിട്ടറിയിൽ. അപ്പം പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ദ ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി ഷോൾ ബി ദ ചെയർപേഴ്സൺ ആൻഡ് ദ ചീഫ് മിനിസ്റ്റർ ദെയർ ഓഫ് ഷോൾ ബി ദ വൈസ് ചെയർപേഴ്സൺ ഓഫ് ദ സ്റ്റേറ്റ് അതോറിറ്റി. അതുപോലെ ദ ടേം ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് അതോറിറ്റി ഷോൾ ബി സച്ച് ഓഫ് മേ ബി പ്രിസ്ക്രൈബ്. ഈ പറഞ്ഞതുകൂട്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ടേം ഓഫ് ഓഫീസ് ഒന്നും പറയുന്നില്ല, അതിന് ആക്ടിന് അത് പറയുന്നില്ല എത്ര വർഷം എന്നുള്ളത്. ഇനി മീറ്റിംഗ് കൂടുന്നത് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് മീറ്റിംഗ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മീറ്റിംഗ് കണ്ടിട്ടില്ലേ? അതുപോലെ എപ്പോഴാണോ ഫിറ്റ് എന്ന് തോന്നുന്നു ആ സമയത്ത് ആവശ്യപ്പെടാം. അപ്പം ഈ ഒരു ചെയർപേഴ്സൺ ആയിരിക്കും, ചീഫ് മിനിസ്റ്റർ ആയിരിക്കും ഇതിന്റെ അധ്യക്ഷൻ. അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ ആയിരിക്കും അധ്യക്ഷൻ. ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ദ സ്റ്റേറ്റ് അതോറിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ പ്രൊവൈഡ് ദ സ്റ്റേറ്റ് അതോറിറ്റി വിത്ത് സച്ച് ഓഫീസേഴ്സ്. ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് മറ്റ് ഓഫീസേഴ്സിനെയും എംപ്ലോയീസിനെയും കൊടുക്കുന്നത്. അതുപോലെ അഡ്വൈസറി കമ്മിറ്റി ഇവിടെയും ഉണ്ട്. ഈ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുമ്പോൾ അറിവുള്ളവരായിരിക്കും, എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പാനൽ ആയിരിക്കും. ഇവര് അഡ്വൈസറി കമ്മിറ്റി അവർക്ക് പേയ്മെന്റും അലവൻസും ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്, മറ്റടുത്ത് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന പോലെ തന്നെ. ഇനി ഇവരുടെ പവറും ഫംഗ്ഷൻസും ഞാൻ പറയുന്നില്ല. എന്താണോ നാഷണൽ അതോറിറ്റിയുടെ ഫംഗ്ഷൻസും പവറും അതെല്ലാം നാഷണൽ അതോറിറ്റി പറയുന്നത് കേൾക്കുക, അതുമായിട്ടെല്ലാം കോർഡിനേറ്റ് ചെയ്തു പോവുക, റിവ്യൂ ചെയ്യുക, മെഷർ എടുക്കുക. ഈ പറഞ്ഞുകൂട്ട് തന്നെ ഡെവലപ്പിംഗ് പ്ലാൻസ് ഇതൊക്കെ തന്നെയാണ് ഇവരുടെയും. ഇനി ഗൈഡ് ലൈൻസ് ഫോർ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് റിലീഫ് ബൈ സ്റ്റേറ്റ് അതോറിറ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ the state authority shall lay down detailed guidelines for providing standard of relief to person affected by disaster in the state, provided that such a standard shall in no case be less than the minimum standard in the guidelines laid down by the national authority in this regard. Okay. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവിടെയും ഉണ്ട്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവിടെയും ഉണ്ട്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി immediately government shall immediately after issue the notification under the subsection 1 of section 14 പ്രകാരം കേന്ദ്രീകരിച്ചതാണ്, അതായത് ഉണ്ടാക്കിയതാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അപ്പം ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ടു അസിസ്റ്റ് സ്റ്റേറ്റ് അതോറിറ്റി, ഇവരുടെ ജോലി എന്താ? ഇവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാ. ഇവരുടെ ഫംഗ്ഷൻസിനകത്തും എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഷോൾ കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് മെമ്പേഴ്സ്. ആരൊക്കെയുണ്ട്? ചീഫ് സെക്രട്ടറി ഉണ്ട്, അദ്ദേഹമാണ് ചെയർപേഴ്സൺ. 4 സെക്രട്ടറീസ്, ചീഫ് സെക്രട്ടറി, 4 സെക്രട്ടറിമാരും വേണം. ഓക്കെ, അവരെ എവിടെ നിന്ന് എടുക്കുന്നത്? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ്. ആരൊക്കെയാണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നവരാണ്. ചെയർപേഴ്സൺ ഓഫ് ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഷോൾ എക്സസൈസ് സച്ച് പവേഴ്സ് ആൻഡ് പെർഫോം സച്ച് ഫംഗ്ഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, സച്ച് അതർ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ആസ് മേ ബി ഡെലിഗേറ്റഡ് ടു ഹിം ബൈ ദ സ്റ്റേറ്റ് അതോറിറ്റി. ഈ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പവറും ഫംഗ്ഷൻസും എല്ലാം ഉണ്ട്.
മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് അതോറിറ്റി ആയിരിക്കും ഇദ്ദേഹത്തിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സബ് കമ്മിറ്റി ഉണ്ട്. അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും സബ് കമ്മിറ്റികളുണ്ട്. ആവശ്യത്തിന് വേണ്ട സബ് കമ്മിറ്റികളെല്ലാം ഇവർക്ക് സെറ്റ് ചെയ്യാം. ഇവരുടെ ഫംഗ്ഷൻസും പവേഴ്സും ഒക്കെ തന്നെ നമ്മൾ അപ്പുറത്ത് വായിച്ചത് തന്നെയാണ് ഇപ്പുറത്തും വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി സ്റ്റേറ്റ് പ്ലാൻ. സ്റ്റേറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ട്, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. അതിനെയാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ എന്ന് വിളിക്കുന്നത്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അതുപോലെ നാഷണൽ അതോറിറ്റിയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കണം ഇത് എടുക്കുന്നത്, അതായത് സ്റ്റേറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. അതിനുശേഷം ലോക്കൽ അതോറിറ്റിയായിട്ടും ഡിസ്ട്രിക്ട് അതോറിറ്റിയുമായിട്ടും റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടല്ലോ, പീപ്പിൾ റെപ്രസെന്റേറ്റീവ്സും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാമായിട്ടും ഒത്തുനോക്കുകയും വേണം. സ്റ്റേറ്റ് പ്ലാൻ പ്രിപ്പയർഡ് ബൈ ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അണ്ടർ സെക്ഷൻ 2 ഷാൾ ബി അപ്രൂവ്ഡ് ബൈ ദ സ്റ്റേറ്റ് അതോറിറ്റി. ഈ ഒരു സ്റ്റേറ്റ് പ്ലാന് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാക്കില്ലേ, അത് സ്റ്റേറ്റ് അതോറിറ്റി അപ്രൂവ് ചെയ്യണം. ഈ സ്റ്റേറ്റ് പ്ലാനകത്ത് എന്തൊക്കെ കാണും? ദ വൾണറബിലിറ്റി ഓഫ് ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്, ഡിഫറെന്റ് ഫോം ഓഫ് ഡിസാസ്റ്റേഴ്സ്, ഏതൊക്കെ പാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം, അതുപോലെ തന്നെ എന്തൊക്കെ മിറ്റിഗേഷൻ ഡിസാസ്റ്റർ പ്രിവെൻഷൻ ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഏതൊക്കെ പ്ലാൻസും ഏതൊക്കെ പ്രോജക്റ്റും മിറ്റിഗേഷന് വേണ്ടിയിട്ട് എടുക്കണം, എന്തൊക്കെ കപ്പാസിറ്റി ബിൽഡിങ്ങും എന്തൊക്കെ പ്രിപ്പയർനെസ് മെഷേഴ്സും നമ്മൾ എടുക്കണം, റോളും റെസ്പോൺസിബിലിറ്റി ഒക്കെ എന്തൊക്കെയാണ്, ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ റെസ്പോണ്ടിംഗ് ടു എനി ത്രെറ്റനിങ് ഡിസാസ്റ്റർ സിറ്റുവേഷൻസ് ഓർ ഡിസാസ്റ്റർ. ദ സ്റ്റേറ്റ് പ്ലാൻ ഷാൾ ബി റിവ്യൂഡ് ആൻഡ് അപ്ഡേറ്റഡ് ആനുവലി. അപ്പൊ ഇതെല്ലാം ആനുവലി അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫിനാൻസിങ് കാര്യങ്ങളൊക്കെ നോക്കണം. അവിടെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ. പിന്നെ പവറും ഫംഗ്ഷൻസും ആണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇൻ ദ ഇവന്റ് ഓഫ് ത്രെറ്റനിങ് ഡിസാസ്റ്റർ. ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് പവറും ഫംഗ്ഷൻസും എന്തൊക്കെയാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ എന്നുള്ളതാണ് താഴോട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മലയിടിച്ചിലുണ്ടായി, ഒരു സുനാമി ഉണ്ടായി, ആ സമയത്ത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ചില പവേഴ്സ് ഉണ്ട്. For the purpose of assisting and protecting the community affected by this disaster or providing relief to such community or preventing or combining destructions of dealing with the effect of any threatening disaster situation, the state executive committee എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? Control, restrict vehicular traffic to from or within the vulnerable affected area. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള വണ്ടികൾ ഗതാഗതം നിർത്താൻ റെസ്ട്രിക്ട് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. ആരോടും ചോദിക്കേണ്ട, അവർക്ക് ചെയ്യാം. അതുപോലെ ആരെയും കയറ്റി വിടാതിരിക്കാം, അങ്ങോട്ട് കയറ്റി വിടാതിരിക്കാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? റെസ്ക്യൂ ഓപ്പറേഷൻസ് ചെയ്യാം, ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യാം, ഫുഡ് പ്രൊവൈഡ് ചെയ്യാം, ഡ്രിങ്കിങ് വാട്ടർ, എസെൻഷ്യൽ പ്രൊവിഷൻസ്, ഇതൊക്കെ ഇവരുടെ ജോലിയാണ്. അതുപോലെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിന് ഡയറക്ഷൻസ് കൊടുക്കാം. അത് ഇവർ പറയുന്നത് കേട്ടേ പറ്റൂ. അപ്പൊ പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന പവേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ജില്ലാ തലത്തിലോട്ട് വരാൻ പോവാം. ഈ ജില്ലാ തലത്തിലോട്ട് വരുമ്പോൾ എന്താണ്? ഇവിടെയും സെക്ഷൻ 14 സബ്സെക്ഷൻ 1 കൃത്യമായിട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക, ഒരു ചെയർപേഴ്സണും 7 പേരിൽ കൂടാത്തത്. അക്കോർഡിംഗ് ടു 2005 ആണ് ആക്ട്, അത് ഓർത്തോണം എപ്പോഴും. ഒരു ചെയർപേഴ്സൺ പ്ലസ് 7 കൂടാത്ത മെമ്പേഴ്സും വേണം. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇവരെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെ മിക്കപ്പോഴും നിങ്ങൾക്കറിയാം, കളക്ടറാണ് എപ്പോഴും ദുരന്ത നിവാരണ ജില്ലാ തലത്തില് ചെയർപേഴ്സൺ. അല്ല എന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ ആവാം? ഒന്നുകിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനാവാം, ഡെപ്യൂട്ടി കമ്മീഷണർക്ക് വേണമെങ്കിലും ആവാം, ചെയർപേഴ്സൺ ആവാം. ഇനി ചോദിക്കാം നിങ്ങളോട്, അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ കളക്ടറാണ്. ഇനി അവിടെ വന്നിട്ട് ചോദിക്കാം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ ഡെപ്യൂട്ടി കമ്മീഷണറോ ഒക്കെ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. അക്കോർഡിംഗ് ടു 2005 ആക്ട് പ്രകാരം ഇവരിൽ ആരായാലും മതി. അപ്പൊ അത് നോക്കി വെച്ചേക്കാം. അതുപോലെ ഇത് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റിയിൽ നിന്ന് നമ്മൾ ആൾക്കാര് തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കത്തില്ലേ, അങ്ങനെയുള്ള ഒരു റെപ്രസെന്റേറ്റീവിനെ കോ ചെയർപേഴ്സൺ ആക്കി മാറ്റാം. ഓക്കെ, provided that in the tribal area as referred to the 6th schedule to the constitution. നോക്കിക്കേ, tribal area referred to the 6th schedule to the constitution, the chief executive member of the district council of autonomous district shall be co-chairperson. അതായത് ട്രൈബൽ ഏരിയയുടെ കേസില് ചീഫ് എക്സിക്യൂട്ടീവ് മെമ്പർ ഓഫ് ദ ഡിസ്ട്രിക്ട് കൗൺസിൽ ഓഫ് ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് ഷോൾ ബി ദ കോ ചെയർപേഴ്സൺ, എക്സ് ഒഫിഷ്യോ ആവാം. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ ഡിസ്ട്രിക്ട് അതോറിറ്റി എക്സ് ഒഫിഷ്യോ, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് എക്സ് ഒഫിഷ്യോ, the chief medical officer of the district, not exceeding two other district level officers to be appointed by the state government. ആരൊക്കെ വരും? നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കുന്നത് ഈ ഡിസ്ട്രിക്റ്റിന്റെ കേസിലാണ്. ജില്ലാ തലത്തിൽ വരുമ്പോഴാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. ആരൊക്കെ വരുമെന്ന ചെയർപേഴ്സൺ ഉണ്ട്,
ഒരു കോ ചെയർപേഴ്സൺ ഉണ്ട്. ഇൻ കേസ് ഓഫ് ട്രൈബൽ ഏരിയ 6th ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ചീഫ് എക്സിക്യൂട്ടീവ് മെമ്പർ ഓഫ് ദ ഡിസ്ട്രിക്ട് കൗൺസിൽ ഓഫ് ദ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് ഷോൾ ബി ദ കോ ചെയർപേഴ്സൺ എക്സ് ഒഫീഷ്യോ. പിന്നെ ആരൊക്കെയുണ്ട്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ ഡിസ്ട്രിക്ട് അതോറിറ്റി, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, ചീഫ് മെഡിക്കൽ ഓഫീസർ ഓഫ് ദ ഡിസ്ട്രിക്ട്, നോട്ട് എക്സീഡിംഗ് ടു അതർ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസേഴ്സ് അപ്പോയിന്റഡ് ബൈ ദി ഹും സ്റ്റേറ്റ് ഗവൺമെന്റ്. മൂന്ന് നോക്കിക്കേ. ഇൻ എനി ഡിസ്ട്രിക്ട് വെയർ ജില്ലാ പരിഷത്ത് എക്സസ് ചെയർപേഴ്സൺ thereof shall be the co-chairperson of the district authority. ഓക്കെ, ജില്ലാ പരിഷത്ത് ഉള്ള സ്ഥലങ്ങളിൽ ഇനിയും സ്റ്റേറ്റ് ഗവൺമെന്റ് ഷോൾ അപ്പോയിന്റ് an officer not below the rank of additional collector or additional district magistrate or additional deputy commissioner as the case may be of the district to be the chief executive officer of the district authority to exercise such powers and perform such functions as may be prescribed by the state government and such powers and functions as may be delegated to him by the district authority. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണമെങ്കിൽ അപ്പോയിന്റ് ചെയ്യാം. ആരെ അപ്പോയിന്റ് ചെയ്യാം? അഡീഷണൽ ഒരു കളക്ടർ റാങ്കിലുള്ളവരെയോ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെയോ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണറിനെയോ ഒക്കെ വേണമെങ്കിൽ വെക്കാം എന്നാ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? To perform such functions may be prescribed by the state government and such other powers and functions as may be delegated to him by the district authority. ഇനി ചെയർപേഴ്സന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, പവേഴ്സ് എന്തൊക്കെയാണ്? അതായത് നമ്മൾ കളക്ടർ എന്ന് തന്നെ ഓർത്തോ. കളക്ടർക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെഡ് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പവേഴ്സ് എന്തൊക്കെയാണ്? മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന ഇദ്ദേഹമാണ്. പവറുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഡ്യൂട്ടീസ് കൊടുക്കുന്ന ഇദ്ദേഹമാണ്. ഡിസ്ട്രിക്ട് അതോറിറ്റിയിൽ എമർജൻസി വരുന്ന സമയത്ത് ഫുൾ പവർ ഇദ്ദേഹത്തിനാണ്. എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട തീരുമാനിക്കുന്ന ഇദ്ദേഹമാണ്. അതുപോലെ അത്രേ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, വലുതായിട്ടൊന്നും വേണ്ട. ദെൻ മീറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞു വിട്ടു തന്നെ, എപ്പോഴാണോ ആവശ്യം അപ്പൊ മീറ്റിംഗ് വിളിക്കാം. അഡ്വൈസറി കമ്മിറ്റി ഇവിടെ ഉണ്ട്, ആവശ്യമെങ്കിൽ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. അഡ്വൈസറി കമ്മിറ്റി എന്താണ്? 1 or more അഡ്വൈസറി കമ്മിറ്റിയെ വേണമെങ്കിൽ വെക്കാം. ആരായിരിക്കും? അറിവുള്ളവരായിരിക്കണം. ഡിസ്ട്രിക്ട് അതോറിറ്റി ഷോൾ ഫ്രം amongst its members appointed the chairman of the committee. ഇൻ കേസ് ആരെങ്കിലും ഒരു ചെയർമാനെ വേണമെങ്കിൽ കൂട്ടത്തിൽ നിന്ന് ഒരാളെ എടുത്ത് ചെയർമാൻ ആക്കാൻ പറ്റും. ഒരു എക്സ്പേർട്ട് വേണമെന്നേ ഉള്ളൂ. ദുരന്ത നിവാരണം ഒക്കെ അറിയാവുന്ന ഒരാളായിരിക്കണം. അപ്പോയിന്റ്മെന്റ് ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഡിസ്ട്രിക്ട് അതോറിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെൽ പ്രൊവൈഡ് ദ ഡിസ്ട്രിക്ട് അതോറിറ്റി വിത്ത് സച്ച് ഓഫീസേഴ്സ്. ഈ ഡിസ്ട്രിക്ട് അതോറിറ്റിയെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാം. ആര് വെച്ചു കൊടുക്കും? ഡിസ്ട്രിക്ട് അതോറിറ്റിക്ക് വേണമെങ്കിൽ എടുക്കാം. ഈ ഡിസ്ട്രിക്ട് അതോറിറ്റിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയായിരിക്കും? ഈ പറഞ്ഞതുകൂട്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും ജനറാലിറ്റി ഇല്ലാതെ എല്ലാത്തിനെയും കാണുക. ആവശ്യത്തിന് ഡിസ്ട്രിക്ട് അതോറിറ്റിയാണ്. പ്ലാനിങ് ഉണ്ടാക്കേണ്ടത് ഇവരാണ്. കോർഡിനേറ്റ് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. നാഷണൽ പോളിസി, സ്റ്റേറ്റ് പോളിസി, നാഷണൽ പ്ലാൻ, സ്റ്റേറ്റ് പ്ലാൻ, ഡിസ്ട്രിക്ട് പ്ലാൻ ഇതെല്ലാം മോണിറ്റർ ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യേണ്ട ഒക്കെ ജോലി ഡിസ്ട്രിക്ട് അതോറിറ്റിയുടെയാണ്. എത്രത്തോളം ഡിസാസ്റ്ററിന് ബാധിച്ചിട്ടുണ്ട്, എന്തൊക്കെ പ്രിവെൻഷൻ മെഷേഴ്സ് എടുക്കാം, മിറ്റിഗേഷൻ എന്തെടുക്കാം, അതുപോലെ റെസ്പോൺസസ് എന്തൊക്കെ വേണം, അതുപോലെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, റിലീഫ് സിസ്റ്റം എന്തായിരിക്കണം, റീകൺസ്ട്രക്ഷൻ എങ്ങനെ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക, മുകളിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുക, ഗൈഡ് ലൈൻസ് എല്ലാം എടുക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇതൊക്കെ ഇവരുടെ ജോലിയാണ്. താഴോട്ട് കൊടുത്തിട്ടുണ്ട്, വായിച്ചു. ഡിസ്ട്രിക്ട് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനിയും പറയുന്നത്? എല്ലാ ജില്ലകളിലും ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്ട്രിക്ട് പ്ലാൻ. ഈ ഡിസ്ട്രിക്ട് പ്ലാന് പ്രിപ്പയർ ചെയ്യുന്ന ഡിസ്ട്രിക്ട് അതോറിറ്റി ആയിരിക്കും. ആരുമായിട്ട് കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷം വിത്ത് കൺസൾട്ടേഷൻ ദ ലോക്കൽ അതോറിറ്റി ആൻഡ് ഹാവിംഗ് റിഗാർഡ് ടു ദ നാഷണൽ പ്ലാൻ ആൻഡ് സ്റ്റേറ്റ് പ്ലാൻ. ലോക്കൽ അതോറിറ്റിയുമായിട്ട് കൺസൾട്ട് ചെയ്യും, നാഷണൽ പ്ലാനും സ്റ്റേറ്റ് പ്ലാനും അനുസരിച്ച് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇവിടെയും ഏതൊക്കെ ഏരിയാസ് ആണ് വൾണറബിള്, എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് ഡിസാസ്റ്റർ വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല, അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഇതിനകത്ത് വരും ആണല്ലോ. താഴോട്ട് കൊടുത്തിരിക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ എല്ലാം ഡിസ്ട്രിക്ട് അതോറിറ്റിയുടെ ബാക്കി ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്.